പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശം അസ്വീകാര്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണത്തിന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പദ്ധതി തയ്യാറാക്കുന്നു എന്നുള്ള വാർത്ത ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വിശദാംശങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, വീണ്ടും ആക്രമണത്തിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? മധു, ഉന്മേഷ്, ഇറാനുമായി വീണ്ടും ഒരു സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ചൈനീസ് സന്ദർശനത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് തിരിച്ച് വൈറ്റ് ഹൗസിൽ എത്തിയതിനു ശേഷം ഈ ഡിഫൻസ് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചകളും തുടർ ചർച്ചകളും ഒക്കെ കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്സ് പരാജയപ്പെട്ടാൽ സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങാനാണ് ട്രംപ് പദ്ധതിയിടുന്നത്. അത് മാത്രമല്ല, ഈ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നു കൊടുക്കുന്നതിനായിട്ട് ലോകരാജ്യങ്ങളുമായിട്ടുള്ള സമവായ ശ്രമങ്ങൾ അത് ഒരു വശത്ത് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ഏറ്റവും പുതിയ ഈ സമാധാന നിർദ്ദേശം അത് നോട്ട് അക്സെപ്റ്റബിൾ എന്നാണ് ഈ ബെയ്ജിങ്ങിൽ നിന്ന് മടങ്ങുമ്പോൾ എയർഫോഴ്സ് വണ്ണിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത്, ആ നിർദ്ദേശം പരിശോധിച്ചു, അതിലെ ആദ്യത്തെ വരി അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വലിച്ചെറിയുമെന്നാണ്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് ഇറാൻ വിഷയം ഉന്നയിച്ചെങ്കിലും ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. രണ്ട് നേതാക്കളും തമ്മിലുള്ള ചർച്ചകളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ചൈന ഇറാന് ആയുധം കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഉന്മേഷ്, ശരി മധു. മധു കൊട്ടാരക്കരയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.